വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കേരള PSC KFC അസിസ്റ്റന്റ് പോസ്റ്റ് കാറ്റഗറി നമ്പർ 432/2024 ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽ സിലബസ് PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 13 എക്സാം വരുന്നത്, സാറ്റർഡേ. സോ നമുക്ക് എന്തായാലും ആ ഡീറ്റെയിൽ സിലബസിലോട്ട് ഇന്ന് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ നമ്മൾ ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാം. റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ MCQ പ്രാക്ടീസ് ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പുള്ള കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് പോസ്റ്റുകൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാനും ഒരുപാട് കുട്ടികൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിനും നമ്മൾ നല്ല രീതിയിൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് ഒരുപാട് കുട്ടികൾക്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആവുക. നോട്ട്സ് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ സിലബസ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് സിലബസ് വരുന്നത്. BCom ബേസ്ഡ് ആണ്. സോ ഡീറ്റെയിൽ സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, കാഷ്യർ കം അക്കൗണ്ടന്റ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള. ആ ഒരു പോസ്റ്റും കൂടി ഉണ്ട്, 597/2024. അപ്പോൾ BComൽ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ഒക്കെ പക്ക ബേസ് ആണ്. ബട്ട് ഡെപ്തിൽ പഠിക്കണം, അതിൻ്റെ കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം, MCQ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്കൊരു എഡ്ജ് വെട്ടണ്ടേ. സോ മൊഡ്യൂൾ നമ്പർ 1 ആസ് യൂഷ്വൽ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ, കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, സോൾ ട്രേഡറുടെ ട്രേഡിംഗ് P&L, ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ, ദെൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡിസൊല്യൂഷൻ, പിന്നെ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസോൾവൻസി ഓഫ് പാർട്ണർ, കൺസൈൻമെന്റ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ അങ്ങനെ സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ്, പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി FM ആണ് രണ്ടാമത് വരുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബേസിക്സ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെന്റ് ഓഫ് ക്യാഷ്, ഇൻവെന്ററി മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡീറ്റെയിൽസ്, ഡിവിഡൻഡ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവിഡൻഡ്, അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ FM മൊത്തം കാര്യങ്ങൾ നമുക്ക് അവിടെ കവർ ചെയ്യാനുണ്ട്. കറക്റ്റ് സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് മാനേജ്മെന്റ്. കണ്ടോ, 10 ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരാം. സിലബസ് ബേസ്ഡ് മാത്രമേ വരുള്ളൂ. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് മാനേജ്മെന്റ് ആണ്. ബേസിക്സ്, നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട്, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, TQM. പിന്നെ ഇക്കണോമിക്സ് ആണ്, 10 മാർക്ക്. ഒക്കെ BCom ബേസ്ഡ് ആണ്. ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെന്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് കമ്പനി ലോ പേപ്പർ. അപ്പോൾ ലോ ഡീറ്റെയിൽസ്, കമ്പനി ലോ, കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോയിൻമെന്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മറന്നിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. ബോർഡ് മീറ്റിംഗ്സ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കമ്പനി ലോ. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതിൻ്റെ സ്ട്രക്ചർ, പബ്ലിക് ഇഷ്യൂ എന്താണ്, IPO, FPO, ഡിമാറ്റീരിയലൈസേഷൻ, ബുക്ക് ബിൽഡിംഗ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE, NSE, ലിസ്റ്റിംഗ്, ആ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ഇൻകം ടാക്സ്, 10 മാർക്കിന്. ഇൻകം ടാക്സ്, ബേസിക് കൺസെപ്റ്റ്, അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, പേഴ്സൺ, GTI, അതിൻ്റെ ഡീറ്റെയിൽസ്, എല്ലാ ഹെഡ്സും, 5 ഹെഡ്സ്, സാലറി, HP, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്, ടോട്ടലിംഗ്, കമ്പ്യൂട്ടേഷൻ, ഡിഡക്ഷൻ,
എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, ബൈയിങ് ഡിസിഷൻ, പ്രൊഡക്റ്റ് മിക്സ്, PLC, അതിൻ്റെ ഡീറ്റെയിൽസ്, പേഴ്സൺ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ പ്രൊമോഷൻ്റെ ഡീറ്റെയിൽസ്, ആൻഡ് ഫൈനലി ഓഡിറ്റ് പ്രോസസ്, ഇന്റേണൽ ചെക്ക്, പ്രിപ്പറേഷനോ ബിഫോർ ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഫയൽ, ഇന്റേണൽ കൺട്രോൾ, വൗച്ചിങ്, വെരിഫിക്കേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, ഫൈനലി ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ്, അങ്ങനെ ഓഡിറ്റിംഗ്. അപ്പോൾ 10 മൊഡ്യൂൾ, ഒരു മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് ഈക്വൽ ആയിട്ടാണ്. അപ്പോൾ 10 മൊഡ്യൂളിലും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ കറക്റ്റ് നിങ്ങൾ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. സിലബസ് ബേസ്ഡ് മാത്രമാണ് ചോദ്യങ്ങൾ വരുള്ളൂ. അത് വിട്ടിട്ട് ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ ക്യാൻസലായി പോകും. സോ സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. കൺസെപ്റ്റ്, MCQ പ്രാക്ടീസ്, ഇതൊക്കെ കൂടിയേ തീരൂ. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എക്സാമിനൊരു എഡ്ജ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഈ ഒരു പോസ്റ്റ്, അസിസ്റ്റൻറ്റ് പോസ്റ്റ് KFC, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.